അപ്പൊ പപ്പയുടെയും അമ്മച്ചിയുടെയും കൂടെ നമ്മളിപ്പോ എവിടെയാണുള്ളത്? കാട്ടിൽ. തിരുവനന്തപുരത്ത് നമ്മളെ തിരുവനന്തപുരം സൂ ആൻഡ് മ്യൂസിയം. മുന്നത്തെ വീഡിയോയില് നമ്മുടെ ഇതേപോലെ ഞങ്ങള് മാത്രം വന്നിട്ടുള്ള വീഡിയോ ഉണ്ട്. അത് കാണാത്തതുണ്ടെങ്കിൽ നിങ്ങളും കാണണം. അതെ, പപ്പയുണ്ടെങ്കിൽ കാണാത്ത കാരണം നമ്മള് എല്ലാവരും എനിക്ക് ലൂസ് മോഷനാണ്. ആദ്യക്ക് ഛർദി, ഞങ്ങൾക്ക് പനിയൊക്കെ മാറുമ്പോഴേക്കും ലൂസ് മോഷൻ ഛർദി ഇങ്ങനെ വയ്യായ. എന്നാലും അവര് വന്നിട്ട് നമ്മളെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോണ്ടേ. അവര് പോവാറായി. അപ്പൊ നമ്മള് തിരുവനന്തപുരം കളിയാക്കാം. ഒട്ടും വയ്യാണ്ട് മരുന്നൊക്കെ കഴിച്ചു. നിങ്ങളോട് നിന്നെ ചിലപ്പോ ഇവിടെ നടക്കണതിന്റെ ഇടയിൽ ഞാൻ പ്രതീക്ഷയായി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ ഇഷ്ടം പോലെ പറമ്പുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് പേടിക്കാല്ല. ഗുളിക കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഛർദി, വയ്യ, അങ്ങനെ മാറി വന്നോണ്ടിരിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലൈമറ്റിന്റെ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട് പപ്പ. അപ്പൊ എന്തായാലും താടിയുള്ള ഹനുമാൻ കുരങ്ങനെ തിരുവനന്തപുരം എത്തിയപ്പോ കണ്ടു. പക്ഷെ ഹനുമാൻ കുരങ്ങനെ വെള്ളഭാഗം കളഞ്ഞു. അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ നടക്കാൻ പോവാണ്. കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങളും വരാം. കാട്ടുപോത്ത് ഞങ്ങളുടെ മോളെ കാണാം അമ്മച്ചി. രണ്ടെണ്ണം ഉണ്ട് കഴിച്ചു. ഗൈസ് പൊന്നു ഫേമസ് ആയി. പൊന്നുവിന്റെ ഒരു മെമ്മോറിയൽ സ്റ്റാച്ചു. വാവ്, TMT കമ്പി മേടിച്ചിരിക്കുന്നുണ്ട്. പൊന്നു അത് ഫേമസ് ആയില്ലോ. ഇവിടെയൊക്കെ സ്റ്റാച്ചു മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എന്റെ കൂടെ ക്രിസ്മസ് മക്കാക്കു കൂടിയില്ല. കുഞ്ഞുമുള ഇത് എന്റെ ചെടി. മറ്റേ സാധനം നമ്മുടെ ഉള്ളത്, അതിന്റെ വേറെ പ്രശ്നം തേയില പോലെയുണ്ട്. ഇവിടെ ഉണ്ട് ഒരു കുറങ്ങൻ. എവിടെ? ഹലോ ഗൈസ്, അമ്പോ ഏതി അച്ചാച്ചൻ.
പിരികണ്ടതിന് അമ്മജി എങ്ങനെയുണ്ട്? കരിമ്പ് സംസാരിക്കോ? ഓഹോ അവിടെ ഹായ് വെള്ള വിട്. ഇത് നോക്ക് സ്പൈക്ക് മുടി. ഇതാണ് കൊക്കാട്ടു. കളർഫുൾ ഡൂഡ്. പൊന്നെ ഇവിടുത്തെ ചെടികൾ വീട്ടിൽ പറിച്ചു നടന്ന ആലോചനയാണ്. അമ്മച്ചി ഇതാണ് കൂവൻ. അമ്മച്ചി അറിഞ്ഞില്ല തിരിഞ്ഞു വന്ന കാര്യം. അങ്ങട് നമ്മളവിടുന്ന വന്നേ, ഇങ്ങോട്ട് പോയി. അപ്പ ആദ്യം ഓടി കളിക്ക. ആഞ്ഞിലി. അമ്മച്ചി ഓരോ മരങ്ങള് നേരത്തെ ഒരു പൂച്ചപ്പഴത്തോളം പിടിച്ച് കയറുന്നു. ഞാനമ്മച്ചി എവിടെ കണ്ടാലും പൂച്ചപ്പഴത്തിന് കയറുന്നു. ഇത് പോയി ഞാൻ അപ്പനെ നമ്മുടെ തൃശ്ശൂരിനാളും കിട്ടില്ലല്ലേ? തൃശ്ശൂർ ഇപ്പൊ വരണല്ല, ആ അത് മാത്രല്ല ഇതിപ്പോ നമ്മുടെ വീട്ടിലുള്ള പൂവ് അത് മരുന്നിന്റെ അത് വിഷം. അതെ അല്ല അമ്മച്ചി പറഞ്ഞത് കറക്റ്റാ. ഇത് കാട്ടുകാപ്പിയ. ഇതാണ് വെള്ളിമൂങ്ങ. അമ്പോ ഹിമാലയൻ കഴുകൻ, വെള്ളക്കഴുകൻ. അത് പക്ഷെ അത് കാട്ടുകഴുകൻ. ഇത് ഹിമാലയത്ത് മഞ്ഞത്തിരിക്കണ കഴുകൻ. വെള്ളവയറ്. അമ്മജി അമ്മജി എന്റെ അമ്മച്ചിക്ക് കിളികളോട് സംസാരിക്കാൻ ശേഷിയുണ്ട്. അങ്ങനെ വേണം, എന്നാലും അവര് നോക്കുള്ളൂ. നോക്കിയത് കണ്ടോന്ന് ഒരാള് വായ മുളിച്ചിരിക്കണ. ഒരാള് വായ മുളിച്ചിരിക്കുന്നുണ്ട്. വായം പൊളിച്ചല്ല, തലയും പൊക്കിയിരിക്കുന്നതാ. പക്ഷെ നമുക്കൊരു കാര്യം അറിയോ ഗൈസ്, ഇതിന്റെ അടിയിലത്തെ തൊലി സോഫ്റ്റാ. ഇതിനെ മോളിൽ നിന്ന് കുത്തി കൊല്ലാൻ പറ്റില്ല, അടിയിൽ നിന്ന് പറ്റും. മരക്കട്ട പോലെയുണ്ട്. നമ്മളപ്പോ ജൂല് ഒരു കിടിലിനെ ഏരിയയിലേക്ക്
ആദ്യക്കുട്ടൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ നോക്ക. സ്റ്റാൻഡിന് ഞാൻ പറയാ പെങ്കുവിനെയാ. ഇവിടെ ഞാൻ കാണിച്ചു തരാം കഴിച്ചു. അതൊന്നും എഫക്ട് ചെയ്യില്ലപ്പോ അവളെ. ഇതെന്നിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ അടുത്തിരിക്കുന്ന ഒരാള്. ഗൈസ് ഓ ഇവിടെയൊക്കെ മൊത്തം കാട്ടങ്ങളാണ് ഗൈസ്. ചെളിയാണോ കാട്ടണാവും. പൊന്നെ സ്വിറ്റ്സർലാൻഡോ നീന്തി വരുന്നൊക്കെ അല്ലേ? ഒരാളിത് ഇങ്ങനെ എല്ല് മാത്രമാണോ കിട്ടുന്ന വ്യൂ. സ്പൈഡർമാനി പൊന്നു പറയാ ഇത് കുറുക്കങ്കായെന്ന്. അതെ ഗൈസ്, അപ്പൊ ഇതാ ഇപ്പൊ മനസ്സിലായ കുറുക്കങ്കായ എന്താന്ന്? വവ്വാൽ. മനസ്സിലായ വവ്വാലിന്റെ ആ കായാണ് ഗൈസ് ഈ താഴേക്ക് വീഴുന്നത്. വീഴാൻ അതാ പറയണ വഴുക്കും. വീഴാൻ അതാ പറയണ വഴുക്കും. അവിടെ ആൾക്കാർ ഫുഡ് കൊടുക്കാണോ അതോ എന്തോ നടക്കുന്നുണ്ട്. എവിടെ പോണം എനിക്ക് കാണാനില്ല. ആ ഇവിടേക്ക് വന്നു. ആദി ബാലു ഗൈസ് ഇത്ര അടുത്ത് അന്ന് കാണാൻ പറ്റിയില്ല. രണ്ടെണ്ണം ആറ്റത്താ കണ്ടത്. രണ്ടെണ്ണം ഒരുമിച്ച് ഈ അടുത്ത് ആ മരത്തിന്റെ അവിടെ കാണാൻ പറ്റി. അതൊരു മൂമെന്റ് ആയിരുന്നു അല്ലേ? അടി ബാലുവിനെ വേണ്ട കാണാനില്ലേ? ഒരാൾക്ക് എടുക്കണണ്ട. സൗണ്ട് യൂട്യൂബിൽ വെച്ച് കേൾപ്പിച്ചു കൊടുത്താലോ? അതപ്പോ കൂർക്കം വിളിക്കണം.
വേണ്ടടാ അത് അതാ ഞാൻ പറഞ്ഞു ആ സമയത്തേക്കാണ് ഞാൻ ആദ്യേ തുറക്കോ നീ ഇത് എണീപ്പിച്ചാലോ? അതിനീക്കില്ല ഒരു ഫുഡ് അടി കഴിഞ്ഞാൽ ഉറങ്ങണതാ. പിന്നെ അതെണീക്കില്ല, അതിനപ്പുറത്തോട്ട് പോയി കാണാം. ലയൻ കണ്ട നീ ലയൻ ഓ ഇവിടെ നിന്ന് കിടക്കും. ഉറക്കം വരുന്ന അമ്മൂനെ നോക്കാം. ഉറക്കം വരുന്നൊക്കെ അമ്മു യോ ആദിശേ ആദിശേ അതി ഇതേത് ഈ മങ്കി? ഏതാ മങ്കിന്നാ? ഈ മങ്കന്റെ ഭാര്യ. ഇവിടെ പുന്നുന്റെ ഗഡീസ് വെള്ളത്തിലാ കുളിക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്ത ജീവിയത്. മമ്മി അത് കാണുമ്പോ കിളി കൂട്ടാ. പൊന്നിന്റെ മറ്റമാരാണ്. വെള്ളക്കാരല്ല നീ ഇപ്പൊ കാണാൻ വന്നങ്ങട്. പണ്ടത്തെ വിച്ചിന്റെ പോലെ വെള്ളത്തില് ഇടുക ഫുള്ള്. ആദ്യം വരുന്ന നോക്ക്. അടിച്ചു വണ്ണു അടിച്ചെന്തൊരു സാധന. അമ്മേ നിങ്ങളുടെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണത്. അങ്ങോട്ട് വീഴല്ലേട്ടാ നീ. ഞാനും അപ്പു സാധിച്ചു. അതെ മമ്മി ഇത് കണ്ട മമ്മിയാ? മമ്മി പപ്പ നിങ്ങൾ മത്സരിക്കാറുള്ളവരല്ലേ? കോമ്പറ്റീഷൻ ഓരോ പരിപാടികൾ ബാധിച്ചിട്ട് ആ ഒരു മരം കിടക്കുന്നില്ലേ, അതിന് എന്തൊരു പ്രത്യേകത? പപ്പയും മമ്മി ആദ്യം ഒരാള് കിടക്കണ പോലെ. അതൊരാളാണോ? അരിക്ക് വരുന്നോട്ടെ. ഇത് എന്താ ലയണല്ലേ? അല്ല അതെന്തത് കണ്ടാമൃഗം കണ്ടതാ. പപ്പ പറഞ്ഞത് കേട്ടോ, അതിന്റെ അറ്റം പാമ്പിന്റെ പോലെ അല്ലെങ്കിൽ നിന്റെ പോലെ കണക്കാക്കാന്ന്. ഡിസ്ട്രോയ് ചെയ്ത് വെച്ചി വെക്കേ വേണ്ട. ആ വേണ്ട ഇടുവാ ആദ്യം ഇടുവാടാ. കറക്റ്റായിട്ട് ചെത്തിണ്ടാക്കുന്നല്ലേ പുള്ളി. പപ്പടമരം ഇത് ചെത്തിയിട്ടാ ഇഷ്ടല്ലേ? കണ്ടിട്ടില്ല എന്നാണ്. അങ്ങോട്ട് നോക്കാം, അങ്ങോട്ട്
ഈശു ഞാനിങ്ങനെ നടക്കണത് ആദ്യമായിട്ടാണ്. വെള്ളത്തില് എവിടെയാണ് എന്താ വെള്ളത്തിൽ എപ്പോഴും കിടന്നിട്ടും ഇതിന്റെ മേത്ത് ഇങ്ങനെ ചെളി. അതെ സിംഹം സിംഹ ഇതാ മമ്മിക്ക് കിട്ടിട്ടാ സിംഹം സിംഹം ചളി അവിടെ ചളിയുണ്ട്. അതന്നെ പൊള്ളിയില്ലേ? ആ ചൂട് എന്താറിയില്ലേ മാനിടക്ക് അടിച്ചു വരാ മനസ്സിലാകുന്ന ബമ്പർ ചിരി. ആ മമ്മീനെ വിളിക്കണല്ലോ. വിട്ടോ അപ്പൊ വിട്ടോ വിട്ടോ തമ്പാച്ച ഓടി വാ പോവാ വാ. അവൻ വരും അവൻ വരും. ശിങ്കം കടുവ ഇതുവഴി മാങ്കൂട്ടിലോ സിംഹക്കൂട്ടിലോ അവിടെ കിടന്നാ മതി. അതൊക്കെ മാറി കിട്ടും. നമുക്ക് ഇങ്ങനെ നോക്കി അറിയുന്നില്ല കേട്ടോ. പക്ഷെ നല്ല കല്ലൊക്കെ സൈസാ അവിടെയുണ്ട് കാട്ടില്. രോമൊന്നുമില്ലല്ലോ. വീണ്ടും വരും ചിലപ്പോ. മറ്റേ ഈർക്കിളി മാത്രമല്ലോ. അതിന്റെ വെറുതെ കൊത്താന്നോണ്ട് അവിടെ ഒന്നും കാണാല്ലേ. വെറുതെ കൊത്തുണ്ടാവും. ആ ഇങ്ങനെ ഇട്ടൻ്റെ ഔട്ട് എറിഞ്ഞിൻ്റെ ഔട്ട് ഇങ്ങനെ പോകും. അയ്യോ ഒരാൾക്ക് വയ്യാത്തണ്ട് കേട്ടാ. സൂനൊക്കെ ഉള്ളത് ഒരാൾ തീരെ പറ്റാണ്ട് നടക്കണ്ട വയസ്സായിട്ടുള്ള ആളാണ്. ബൈസെപ്പ് എന്നെക്കാളും വലിയ ബാക്ക് എല്ലാം ഉണ്ട്. വർക്കൗട്ട് ചെയ്യാണ്ട് മസിലിങ്ങനെ ഇവിടെ നോക്കുന്ന ഒരാള്. വാളം മമ്മി ആ കൂടി കണ്ടത് ഇവിടെ ഇതാണ്. അപ്പതാ സ്ലോ മോഷനില് മധു നടക്കണ നടന്നു വെക്കുക. മധുരം അപ്പൊ ഇങ്ങനെ നടക്കണ്ടേ. ഏതുണ്ട് മമ്മിയെ ഇവിടത്തെ അതല്ല സിംഗം മമ്മി. ഞങ്ങൾ ചായ കുടിക്കായിരുന്നു ഗൈസ്. ചായയും കട്ട്ലറ്റും കഴിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണ് അത് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പം നമ്മളിനി അടുത്തത് മറ്റേ കാർണിവോർ അനിമൽസിൻ്റെ അവിടേക്ക് പോവുക. അവിടെ ഉണ്ട് ഗൈസ് മാംസഭുജി. അവിടെയാണ് നമ്മൾ ആൽബൈനോ ടൈഗറും ലയനൊക്കെ ഉള്ളത്. പാർക്ക് അല്ലെങ്കിൽ ബീച്ച്
അവിടെയൊക്കെ ഒരിക്കലും ആൾക്കാരില്ലാണ്ടിരിക്കില്ല. ഇല്ല, അങ്ങനെ ആൾക്കാരില്ലാണ്ടിരിക്കണ ദിവസമാണെങ്കിൽ ഒന്നിനും അടച്ചിടുന്ന ദിവസമായിരിക്കും, അല്ലെങ്കിൽ അവിടെ വല്ല പണി നടക്കുന്ന സമയമായിരിക്കും. എനിക്ക് എപ്പോഴും ആൾക്കാരുണ്ടാവും. അഡീഷണൽ ചായ വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു പുള്ളി ഞങ്ങളീ കൂട്ടിലാടില്ലെന്ന് കരുതുക, അറ്റത്ത് പോയി കിടന്നു. ആ ചിമ്പൂശി കണ്ണടച്ചിടുക, അത് കുത്താണ് എൻ്റെ നേരത്തെ. ആ അപ്പുറത്ത് കൂട്ടിലൊരാള് കിടന്ന് നടക്കുന്നുണ്ട്. ആളെ കാണാൻ നമ്മൾ വന്നു. ഈശോ, എവിടെ? ഓ മൈ ഗോഡ്, ദേ ഗോട്ട് ബേബീസ്. കുട്ടീനെ കാണാൻ ജിമ്മുൻ്റെ അത്രയുണ്ടല്ലോ ഗൈസ്. ബേബീസ് എവിടെ? ഹലോ, ഒരെണ്ണം പോരെ. ഞാനൊരു ഉമ്മോട് കേട്ടോ അതിന് കൊടുത്തിട്ട് കൊടുക്കും, പക്ഷെ തിരിച്ചു വരില്ല. പക്ഷെ അത് തിന്നണില്ല, അത് തിന്നാൻ വിശക്കുന്നത് വ്യായാമ. ഒരു നേരം ഇവിടെ ആരാ? ബിഗ് കാറ്റ്. ഗൈസ്, ചിമ്പു അറ്റതരുണ്ട. ഹായ്. ആ എന്തരുണ്ട് അവിടെ? ഗൈസ്, സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യ ലിയോ ദാസുങ്ക അപ്പാവാ. ബ്രോ ഉങ്ങാണോ ബ്രോ? അവിടേക്ക് ഒരു മൈന കയറി വന്നു, അതിന്റെ ധൈര്യം. അതിനെ പിടിക്കാൻ പറ്റില്ല, അത് പറഞ്ഞു. പൊന്നു നോക്കിയിരിക്കേ, ചിമ്പൂന് ഓർമ്മരാ. പൊന്നു ഇതാണ് മഴമരം. ഈ വാഴമരമാണോ? ഈ മഴമരം. യെസ്, ഇതിന്റെ ഉള്ളിൽ വേറെ സാധനം ഉണ്ട്. ഇത് വേറൊരു സിംഹം. അത് ഉറങ്ങൽ ആണ്, പക്ഷെ സ്ഥലമാണോ? ഭയങ്കരമായിട്ട് ചിമ്പനെ മിസ് ചെയ്യും. ഗൈസ്, ജയിലറിലെ മോഹൻലാൽ വന്നു ഗൈസ്. അതിന്റെ കുട്ടികൾ അപ്പുറത്തുണ്ട് ഗൈസ്, ചെറുതുകൾ അവിടെ പ്രസവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതാ മാൻപേടകളുടെ ഇടയിൽ കൂടെ വന്നു. നമ്മൾ സിംഹത്തിനെ കണ്ടു, പുലിനെ കണ്ടു,
സുബ്രഹ്മണ്യം ഉണ്ട്. ആദ്യം ഇറങ്ങി അത് പറയണ്ട എനിക്ക് അമ്മച്ചി നടന്നു പോകുന്നു. അമ്മച്ചി ചെറുതായി ഒരു കിടപ്പൊക്കെ ഉണ്ട്. ചെറുതായിട്ട് കറുത്തുണ്ട്. അവിടെ എത്തുമ്പോൾ ഇനി ഡ്രസ് പോയിന്റ് ഉണ്ട്. പിന്നെ സൂപ്പർ. ഇനി നമ്മള് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ മറ്റേ ആംഫിബിയൻസ് മറ്റേ സാധനങ്ങളൊക്കെ പാമ്പ് അതൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ അനിമൽസ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ചെയ്യാനുള്ള സ്ഥലമാണ്. സൂ ഹോസ്പിറ്റൽ ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഹൈനാൻ്റെയും ടൈഗറിൻ്റെ ഒക്കെ സ്ഥലമാണ് ഇങ്ങനെ അയച്ചു വിടുന്നത്. അവരിപ്പോൾ കൂട്ടി കയറ്റിക്കുക. നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ തത്തകളുണ്ട്. കുറച്ച് ക്യാമറയും തത്തയും എല്ലാം ഉണ്ട് ഗൈസ്. അവിടെ വേറെ സാധനം ഗൈസ്, ഒരു സാധനം. ഇതെന്താണ് ഈ സാധനം? ഇത് കുതിരയാണോ കഴുതയാണോ? ഇതെന്താ സംഭവം? മാൻ പോലത്തെ കുതിര ഗൈസ്. എൻ്റെ പേര് അവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. നീൽഗായ്, അതാണ് ആ സാധനം ഗൈസ്. ഇനി അവിടെ മെക്കാവ് അതുപോലെ പഞ്ചാബത്ത് അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഊഞ്ഞാലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഉണ്ട് മുകളിൽ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ വേറൊരാളുണ്ട് ഗൈസ്. കാഴ്ച ബംഗ്ലാവ് കാണാൻ വന്നതാ. കിടന്നുറങ്ങി പിന്നെ വയ്യാണ്ടായി. അപ്പാ ഈ പ്രതിഭാസത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഒന്നുമില്ല, ഒന്നും പറയാനില്ല. വയ്യാത്ത കാരണം വേറൊരാളുറങ്ങി. ആള് പിന്നെ ഇന്ന് ഉറങ്ങിയിട്ടില്ലേ? കാരണം കുഴപ്പമില്ല. അപ്പൊ നേരം കൂടെ ഓടി തളർന്നു. നല്ല റെസ്റ്റ് എടുക്കാണ്. വാശി പിടിച്ചിട്ട് ഒന്നും നടക്കില്ല. അപ്പൊ അമ്മജി ഇപ്പൊ ഇവിടെ കടക്കി കിട്ടി കഴിഞ്ഞാൽ മമ്മിങ് എടുക്കും. നല്ല മന്ദഭാരതന്റെ മന്ദഭാരതന അതാരാ? ആസ്വദിച്ചിരിക്കണം. സൂപ്പറായിട്ടുണ്ട് ഈ ഭാഗം മുഴുവൻ. ഓക്കെ. അമ്മച്ചി വല്ല മലയാളം പഠിപ്പിക്കാൻ പോയിണ്ടോ സ്കൂളിൽ? ഓക്കെ, മലയാളത്തിലായിരുന്നു. ഓഹോ, തോന്നി, മനസ്സിലായി. പോർപ്പുക്കൂൻ ഓർ എൽസ് നോൺ ആസ് മുള്ളംപന്നി. ഞാനിവിടെ ഒരാൾ അങ്ങനെ ഒരാൾ നടന്നിട്ടുണ്ട് അപ്പുറത്ത്. കണ്ടോ കാണോ? ഗൈസ് ഞങ്ങൾ അന്ന് വന്നപ്പോൾ നടത്തിട്ട് തോന്നുന്ന മഴ പെയ്തായിരുന്നു. ഓസ്ട്രിച്ച് എൻ്റെ മേത്ത് മരുന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. മരപ്പെട്ടി ഗൈസ് ഇതാണ് മരപ്പെട്ടി. ഞാൻ ഇതാണ് പപ്പ മരപ്പട്ടി ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് റെപ്റ്റൈൽസിനാണ് ഗൈസ്. എനിക്ക് ഇതിങ്ങനെയാണ് ഇരിക്കുക. അതിന്റെ കാലിന്റെ മടക്കുന്ന നമ്മുടെ കാല് ഇങ്ങനെ മടങ്ങുക, ഇവരുടെ കാല് ഇങ്ങനെ മടങ്ങും. അഞ്ചുമ്മ ഉമ്മേ കൊന്തെത്തിക്കാണോ? അല്ല കൊന്തെത്തിക്കാണോ?
മമ്മീനെ കണ്ടാണോ പപ്പേരെ മമ്മീനും കൂടെ പോണ്ട അവരെ പള്ളിയിൽ കൊണ്ടാക്കാൻ പോണ്ട തല നോക്കിയല്ലേ എവിടെയാണ് മമ്മീനും പപ്പേനെ ഇട്ടായാ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഒരാൾക്ക് പേടി വരുമ്പോ അവരുടെ തല മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടും. ബൈ ബൈ. ഇഷ്ടായി. ഇനി നമ്മൾ പാമ്പുകൾ കാണാൻ പോകണം. അയ്യേ ഇത് ഉണ്ടാക്കിയതാ അത് പെരുമ്പാമ്പ് പെരുമ്പാമ്പ് അവിടെ അപ്പുറത്ത് കല്ലിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്, മരത്തുനിന്ന് കിടക്കുന്നുണ്ട്. വെറൈറ്റി പേരാണ്. കയറുകളിൽ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാണ്ട് ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഇതാണ് സാൻഡ് ബോ AKA ഇരുതലമൂരി. ഞാൻ കാണാനില്ല ഇരുതലമൂരി, ഇവിടെ ഇല്ല, കാണാനില്ല. ഇതാണ് റെഡ് ഐഡ് സ്ലൈഡർ. ഇങ്ങനത്തെ ആമ. ഹലോ, നമുക്ക് ഈ കുത്തൂത്തുള്ള ആമ. അങ്ങനത്തെ കഴുത്തായിരുന്നു നമ്മളെ മൂട്ടല്ലേ വര വര. ഇത് മൂട്ടാണോ അപ്പൊ കറക്റ്റ്? പിന്നെ ശരിക്കുള്ള നമ്മുടെ മൂട്ടുവിന്റെ മൂട്ട് വലുതായി ഇങ്ങനെ ഇത് വലുതായി. ഈ തോടായിരുന്നു നമ്മുടെ മൂട്ടിന്റെ ആമീൻ ഇവിടെ അവിടെ വെള്ളത്തിന് പക്ഷെ അടിയില് നക്ഷത്രമാണ്, മുകളിൽ അതിന്റെ പ്രൊട്ടക്ടേഴ്സ്. അടിയില് നക്ഷത്രമാണ് ഗൈസ്. ഇങ്ങനെ കണ്ട ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ഇങ്ങനെ കണ്ട കുറച്ച് വള്ളികൾ കാണാം. പാമ്പാണ് ഗൈസ്. അമ്മ ആ മരത്തുമ ഉണ്ടോ? മരത്തുമ ഇങ്ങനെ അവിടെ പെട്ടുപോയില്ലേ? വീണ പേടിയാന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഇനിയാണ് നമ്മുടെ അന്നകോണ്ട ഏസിയിൽ കിടക്കുന്നത്. ഗൈസ് അന്നകോണ്ടാണ് ഗൈസ്. കെടുക്കണം മുതലും നിന്ന് നോക്ക്. അയ്യോ സോറി.
അപ്പൊ താഴെ നോക്ക്, ഇരുന്ന് നോക്ക്. സൈസ് കണ്ടോ? എവിടെ? മുറ്റത്തിറങ്ങുമ്പോഴും ഷൂ ഇടുമ്പോഴും ചെരുപ്പിടുമ്പോഴും ഷൂലെടുക്കുമ്പോഴും കലം കമ്മത്തി എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട വസ്തുക്കളാണ് ഇതൊക്കെ. ആ ഈ സാധനമാണ് മറ്റു കാർ പോർച്ചിലുണ്ടായിരുന്നു. പക്ഷെ അവര് പറയണ വിഷമില്ല. അനക്കോണ്ടയും അതുപോലെ തന്നെ വെറൈറ്റി പാമ്പുകളും ഇപ്പൊ കഴിഞ്ഞില്ല. എല്ലാ ആനിമൽസിനും കാട്ടി കൊടുത്തു ഗൈസ്. അപ്പൊ എങ്ങനെയുണ്ട്? ഞാനടിക്കടാ. മരങ്ങള് ഇങ്ങനെ പടർത്തി വിട്ടത്, കൊമ്പ് ഇതിലേക്ക് വന്നു ഇതിലേക്ക് വന്നു ഇങ്ങനെ അതേപോലത്തെ അല്ലേ. അപ്പൊ നമ്മള് സൂര്യ നമ്മുടെ സബ്സ്ക്രൈബറെ കണ്ട് നമ്മുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞ് നല്ല തിരക്ക് സമയമാണ്. നല്ല പിടിച്ച് എല്ലാവരും പറയാം. ഒരുപാട് സന്തോഷം കണ്ടില്ല. അത് ഡ്യൂട്ടിയിലാണ്. യോ ഗൈസ്, ആളെ അപ്പാഷി ടിക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. കുഞ്ഞൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ടല്ലേ? മഴ ചെറുതായിട്ട് തോന്നും. ആ അരവണ. യെസ് അമ്മച്ചി അരവണ നമുക്ക്. രണ്ട് സൈഡ് പിടിച്ചോളോ? രണ്ട് സൈഡിൽ സിൽവർ അരവണ. ഇതൊരു സ്ഥലത്തിന്റെ പേരാണ് ഗൈസ്, ടെക്സാസ്. ₹60,000 അരവണാണ് ഗൈസ്. ഗൈസ് ഇത് പാക്കു പിരാണയാണ് ഗൈസ്, ഡേഞ്ചറസ് അല്ലാത്ത പിരാണ. ഹലോ ഹലോ. ഏയ് നമ്മുടെ ഉണ്ടായിരുന്ന മീനാണ് ഇത്. തിലാപ്പിയ. ഗൈസ് ഇത് നമ്മുടെ ഉണ്ടായിരുന്ന ടെട്ര. നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഗൈസ്. നിയോൺ ടെട്ര, സീബ്ര ചിക്കൻ. ആലിഗേറ്റർ കാറ്. മുതലാണ് മത്സ്യകന്യ. നാഗകന്യക എന്ന് പപ്പ. അത് നാഗകന്യക എന്ന് പപ്പ. മത്സ്യകന്യക നാഗകന്യക എന്ന് പപ്പ. സിൽവർ ഷാർക്ക് ഉണ്ടോ? അത് നമ്മളന്ന് കാണിച്ചെന്നുണ്ടായിരുന്നു. കാണിച്ചതരാം. ഇതാണ് ഡിസ്കസ്. ഇതാണ് ബാനു ബബ്ലുവിൽ പറയണ വട്ടത്തിലെ മീൻ.
ആ ഏഞ്ചൽ ഫിഷ്. ടൈഗർ ഫിഷ്, ടൈഗറിന്റെ പോലെ കാറ്റ് ഫിഷ്. ഇത് കാറ്റ് ഫിഷ്. ആ കാറ്റ് ഫിഷ് ഇല്ല ക്ലൗൺ ഫിഷ് ഇട്ടുണ്ട്. വേറാണത്. ചെറുതാ ഓറഞ്ചല്ലോ മറ്റേ സാധനം ലോബ്സ്റ്റർ. ഇതാണ് സ്രാവ് ഗൈസ്. അൽബൈനോ ടൈഗർ ഷാർക്ക്. സോഡ് ഫിഷ് ഗൈസ്. ഇത് നമ്മൾ വാങ്ങിക്കാൻ വെച്ച മീനായിരുന്നു ഗൈസ്. 2 എണ്ണത്തിന് 250 രൂപ, 600 രൂപ 2 എണ്ണത്തിന്. ഈ മീനെ തൊട്ട ഷോക്കടിക്കും. ഇത് നമ്മുടെ ഫിഷ് ടാങ്കിൽ എടുക്കണ്ട. ഇതിന്റെ വായ കണ്ട, ഇതിന്റെ വായ കണ്ട. അത് കല്ലല്ല. ഇടവേളകളിലെ സമയദൈർഘ്യങ്ങളിലും ഇഷ്ടഗാനങ്ങളും വിജ്ഞാനവും വിനോദവും കൈകോർക്കുന്ന തത്സമയ പ്രശ്നങ്ങൾ മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഇതാ ഒരുക്കുന്നു എല്ലാ ബുധനാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങള് മ്യൂസിയം, സൂ എല്ലാം കറങ്ങി തവിട് പൊടിയായിട്ട്. തിരുവനന്തപുരത്തിന്റെ ഓർമ്മകൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്ര ഉള്ളൂ. നമ്മുടെ കൂടെ എല്ലാവരും സൂവും മ്യൂസിയം ഒക്കെ കണ്ടു. മ്യൂസിയത്തിൽ കയറാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. 5 മണിയായിട്ട് മ്യൂസിയം അത് ക്ലോസ് ആയി. സൂ, അക്വേറിയം, പിന്നെ സ്നേക്ക് പാർക്ക്, ബട്ടർഫ്ലൈ പാർക്ക് അതൊക്കെ കണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, പപ്പയ്ക്കും മമ്മയ്ക്കും കൂടെയുള്ള ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയും, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവരും കാണാൻ. കൈ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ വീഴും. ബോധം കേട്ടിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ ഇത്ര ഉള്ളൂ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ന്യൂ വീഡിയോ.